നിനക്കെന്താണ് ഇത്ര വലിയ തിരക്കവിടെ? നായിന്റെ മോളെ മനുഷ്യ കള്ളുടിച്ച് വന്നല്ലേ? എന്താടി വിളിച്ച വന്ന പാട്ടിയുടെ മോളെ? ചോറ് ഇങ്ങടി എന്നാടേ ഇവിടെ ഒന്നും ഉണ്ടാക്കിയില്ല? നിനക്കെന്താടി പറഞ്ഞ മനസ്സിലാവണടി? എന്നാ പിന്നെ നിന്നെ തന്നാടാ ഞാൻ. ഇറങ്ങി പോടാ, എവിടെയും ഇറങ്ങി പോടാ. ഈ എന്റെ അമ്മ ഇറങ്ങി പോടാ. എന്നോട് കളിക്കാറ് ഞാൻ പോവാണമ്മേ. കരുത് പോടാ, കരുതണ്ട പോടാ. മോനെ എന്താ മോനെ, എന്താ ഇവിടെ ഒറ്റയ്ക്ക്? നീ ഏതാ? നിന്റെ കൂടെ ആരും ഇല്ലേ? കരയില്ലടാ, കരയല്ലേ? വാ, നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. ഈ സ്ഥലം അത്ര ശരിയല്ല, നീ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട. വാ. എനിക്ക് വീട്ടിൽ പോവാൻ പേടിയാ. എൻ്റെ അച്ഛൻ കള്ളുടിച്ചിട്ട് എന്നും എൻ്റെ അമ്മയെ തല്ലും. എടാ കരയണ്ടാ, കരയല്ലേ നീ. നിന്റെ അമ്മേനെ പോലെ ഒരു അമ്മ എൻ്റെ വീട്ടിലുണ്ട്. നീ വാ, പോവാണ്. മോനെ ഡാ, പിന്നെ നേരെ പോയാലൊരു പാടമുണ്ട്. ആ പാടം കഴിഞ്ഞാലൊരു പീടിയുണ്ട്. ആ പീടിയയിൽ മാമ 1 കിലോ കിഴങ്ങ് പറഞ്ഞിട്ടുണ്ട്, ഉണക്കക്കിഴങ്ങ്. അത് വാങ്ങിച്ചിട്ട് വാ. ചെല്ലിട്ടാ, നോക്കി പോട്ടാ, റോഡിൽ നോക്കണം. മോനേടാ, എന്താ മാമ? പച്ചക്കറി പോയി വാങ്ങണം കടയിൽ നിന്ന്. നീ ഒന്ന് പോയിട്ട് വാ. ശരി മാമ.
അയ്യോ എൻ്റെ അമ്മേ. എന്തുട്ടാ ആശാനത്? സോറി. ഒന്ന് നോക്കി നടന്നൂടെ? ഈ പ്രേമൊക്കെ വഴി വെച്ച് വേണം, വീട്ടിൽ പോയിട്ട് പോരെ. ഒരു പ്രേമം മണ്ണക്കട്ട അത് റോട്ടിൽ. എന്താ എന്താ ആവശ്യം പറ. ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് നിന്നെ ഇഷ്ടാ. എനിക്ക് നാളെ ഇതിനൊരു മറുപടി തരാം. അതെ, ഒന്ന് നിന്നെ. ശരി അമ്മേ. ഇവിടെ അടുത്തുള്ള വാപ്പുക്കൻ്റെ വീട്ടിലെ പണിക്കാരനാണ് ഞാൻ. അവിടെ തന്നെയാണ് താമസം. എന്നെ മോനെ പോലെയാണ് അവർക്ക്. എൻ്റെ സ്വന്തം വീട് മണ്ണാർക്കാട്. അച്ഛൻ മദ്യവും കഞ്ചാവും അടിച്ച് വീട്ടിലൊന്നും പ്രശ്നക്കാരനായിരുന്നു. പാവമമ്മ. ഒരു നേരം ഭക്ഷണം പോലും കഴിക്കാൻ സൗകര്യമുണ്ടായിരുന്നില്ല. അത്രയ്ക്കും കഷ്ടപ്പെട്ട് എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചു. എന്നിട്ടും അച്ഛൻ്റെ ശല്യം സഹിക്കാതെ, അമ്മയെ ഓർക്കാതെ, എൻ്റെ അനിയത്തിക്കുട്ടിയെ ഓർക്കാതെ നാട് വിട്ടുപോകും. എന്നെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്നറിയില്ല. ഈ വീട്ടിലെ വേലക്കാരിയാണ് ഞാൻ. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. എന്നും കള്ള് കുടിച്ച് അമ്മയെ അടിയും തൊഴിയും തന്നെയായിരുന്നു. അമ്മ അങ്ങനെ രോഗിയായി തീർന്നു. ആവും പോലെയൊക്കെ അമ്മയെ ഞാൻ നോക്കി. പക്ഷേ 1-2 വർഷങ്ങൾക്ക് ശേഷം അമ്മ എന്നെ വിട്ടുപോയി. അതിനുശേഷം എങ്ങനെയൊക്കെയോ ഞാനിവിടെ എത്തി. സത്യത്തിൽ എനിക്കിപ്പോൾ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. ഈ വീട്ടുകാരുടെ കാരുണ്യം കൊണ്ടാണ് ഞാനിപ്പോൾ കഴിയുന്നത്. ഒരേട്ടനെപ്പറ്റി അമ്മ എപ്പോഴും പറയുമായിരുന്നു. അവരിപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയില്ല. ലൈഫ് എല്ലാം പോയടോ. എല്ലാം മറക്കാൻ ശ്രമിക്കുന്നു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കി നേരിൽ പറയാം. നിർത്തട്ടെ. സ്വന്തം ബിബിൻ. ഏട്ടനും ചെറുപ്പത്തിൽ എന്നെ വിട്ടുപോയി. ഒറ്റയ്ക്കാണ് ഞാൻ. ആരുമില്ലാത്ത അനാഥ. ഇതൊക്കെയാണ് എൻ്റെ ജീവിതം. പിന്നെ ഇയാളുടെ ചോദ്യത്തിനുത്തരം, എനിക്ക് ഇയാളെ ഇഷ്ടമാണ്. സ്നേഹത്തോടെ നിർത്തുന്നു. ഗായത്രി, ഡോക്ടർ ഓഫ് രാമകൃഷ്ണൻ, ചിത്രംപുള്ളി വീട്, മണ്ണാർക്കാട്.
ദാ മോനെ, ആ ഗേറ്റും വാതിലും ലൈറ്റൊക്കെ ഓഫാക്കി കിടന്നോ. നേരം കുറവായി. വയസ്സും പ്രായമൊക്കെ കൂടി വരികയാണ്. ഇനി നീ തന്നെ ഇതൊക്കെ നോക്കി നടത്തേണ്ടത്. ഗായത്രി, ഗായത്രി കരയില്ലേ? ഏട്ടന്റെ മോള് കരയല്ലേ? കരയില്ല.